ക്രിക്ടോക്സ് തലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് KKR-ഉം ലക്നൌവും തമ്മിലാണ് മത്സരം. KKR ഈ സീസണിൽ പരിതാപകരമായ അവസ്ഥയിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ കളി പഞ്ചാബിനോട് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടുപോയി. മഴ പെയ്തത് കൊണ്ട് KKR-ന്റെ ഈ സീസണിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് അതൊക്കെ മറികടന്ന് തിരിച്ചു വരണം. പിന്നെ കാമറോൺ ഗ്രീന്റെ കാര്യം വലിയ പ്രശ്നമാണ്. അവർക്ക് ഒരു പ്രഷർ തന്നെയാണ്. കാരണം അദ്ദേഹം ബാറ്റ് കൊണ്ട് എന്താണ് കളിക്കുന്നത്, ബോൾ ചെയ്യുന്നുമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രഷർ ടീമിനെ നല്ലോണം ബാധിക്കുന്നുണ്ട്. ഇപ്പൊ KKR യഥാർത്ഥത്തിൽ അവരുടെ ഇന്നത്തെ കളി ലക്നൌവിനെതിരെ വിജയിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് KKR. പിന്നെ മഴ പെയ്യാനൊരു ചാൻസ് നല്ലോണം ഉണ്ട്. ഈഡൻ ഗാർഡനിലാണ് കളി നടക്കാൻ പോകുന്നത്. പിന്നെ LSGയുടെ ബൗളിങ്ങും KKR-ന്റെ ബാറ്റിംഗ് ഒരു ബാറ്റിലായിരിക്കും. അത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ലക്നൌവിന്റെ ബൗളിംഗ് ആണ് IPL 2026 പവർ പ്ലേ ഏറ്റവും ബെസ്റ്റ് ബൗളിംഗ് അറ്റാക്ക്. അവർ പവർ പ്ലേയിൽ 2 കളി കളിച്ചിട്ട് 7 വിക്കറ്റുകളാണ് എടുത്ത് കൂട്ടിയത് ഈ 6 ഓവറിൽ. എക്കണോമി ആവട്ടെ 4.58. കഴിഞ്ഞ കളി കണ്ടില്ലേ SRH-ന്റെ ബാറ്റേഴ്സിനെ മുട്ടിടിപ്പിക്കുന്നത്. അപ്പോ പിന്നെ കൊൽക്കത്തക്കാവട്ടെ അവർക്കാണ് ബാറ്റിംഗ് റൺ റേറ്റ് 11.29. സെക്കൻഡ് ബെസ്റ്റിന്റെ ടൂർണമെന്റ് ആണ് IPL 2026. പക്ഷേ ഈ കേസിൽ അവർക്ക് 6 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറുഭാഗത്ത് വിക്കറ്റ് എടുക്കാൻ അറിയാം. കൊൽക്കത്ത അടിക്കുമെങ്കിലും വിക്കറ്റുകൾ വീഴുന്നുണ്ട്. പിന്നലിന്റെ കാര്യം പറയുന്നത്, പിന്നലൻ എല്ലാ കളിയും മികച്ച തുടക്കമാണ്. പക്ഷെ അദ്ദേഹത്തിന് വലിയ സ്കോറിൽ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹം 15 ബോളിൽ 35, 30 എടുത്തു പോകുന്നത്. പിന്നെ KKR-ന്റെ ഒരു പ്രശ്നം ബൗളിംഗിൽ അവർക്ക് വല്ലാണ്ട് ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മള് സ്ക്വാഡ് അനലൈസർ ഒക്കെ പറഞ്ഞതാണ്. കാരണം അവർക്ക് ഇഞ്ചുറി കൺസേൺ ഒരുപാട്. മദീഷ പതിന് അദ്ദേഹം ഏപ്രിൽ ലാസ്റ്റോട് തിരിച്ചു വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വരുൺ ചക്രവർത്തിന്റെ കാര്യം, അദ്ദേഹത്തിന് ഹാൻഡ് ഇഞ്ചുറിയാണ്. സുനിൽ നരേൻ ഇംഗ്ലീഷാണ്. 2 പേരും കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. പക്ഷെ തിരിച്ചെത്തുമെന്നാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണ്. അതായത് ഇപ്പൊ തിരിച്ചെത്തപ്പാട് കളിപ്പിക്കണമെന്നൊന്നുമില്ല. കാരണം വരുൺ ചക്രവർത്തി ഫോം ഔട്ടിലുമാണ്. ചിലപ്പോൾ വരുൺ ചക്രവർത്തിയെ ഇന്നും പുറത്തിരുത്താനുള്ള സാധ്യതയും ഉണ്ട്. LSGയുടെ ബാറ്റിംഗ് ആവട്ടെ, ബാറ്റിംഗിൽ ഇപ്പൊ മാർക്കർ മികച്ച ഫോമിലാണ്. മിച്ചൽ മാഷ് അതിനെ ടച്ച് ചെയ്ത് ഋഷഭ് പന്ത് കഴിഞ്ഞ കളി വിജയിച്ചില്ലേ, അതായത് അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് വിജയിപ്പിച്ചില്ലേ. പിന്നെ നിക്കോളാസ് പൂർണ്ണാണ് ആ ഒരു മികവിലേക്ക് വരേണ്ടത്. ഇവരുടെ ബോളിംഗ് നിങ്ങൾ നോക്കണം. ഇപ്പൊ വൈഭവ് അറോറ, നമ്മുടെ ഉമ്രാൻ മാലിക്, അങ്ങനെയുള്ള പ്ലേയേഴ്സാണ്. നവദീപ് സൈനി, ഇങ്ങനത്തെ പ്ലേയേഴ്സാണ് അവർക്കുള്ളത്. ഇവരൊന്നും മോശമല്ലെന്നാ പറയുന്നത്. പക്ഷെ ഇവര് ഇപ്പൊ അത്ര വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ LSGയുടെ ബൗളിങ്ങിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രിൻസ് യാദവിന്റെ കാര്യം, അദ്ദേഹം ഇപ്പോ 3 വിക്കറ്റാണ് 6 ഗെയിമിനെടുത്തത് ഡെബ്യൂ സീസൺ കഴിഞ്ഞ കളിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്കോണമി 7.71 മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് യോർക്കർ നമുക്കറിയാലോ, മെയിലിംഗ് യോർക്കർ ഇടും. പിന്നെ ഷമി സ്വിങ്ങും മൂവ്മെന്റും കിട്ടുന്ന പിച്ചിൽ ഷമി കിടിലനാണ്. അത് SRH-ന്റെ ബാറ്റേഴ്സിന് കഴിഞ്ഞ കളി മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് KKR-ന്റെ ബാറ്റേഴ്സിന് മനസ്സിലാവാൻ പോകുന്നതും. ഷമി മികച്ച രീതിയിൽ ബോളറില്ല. പിന്നെ ഒരു ബാറ്ററെ കൂടെ നിൽക്കാൻ കഴിയില്ല. പിന്നെ LSG ഫസ്റ്റത്തെ കളി പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. പക്ഷെ അവർ SRH-നെ 5 വിക്കറ്റിന് തോൽപ്പിച്ചിട്ടുമുണ്ട്. 2 കളി അവരുടെ ബൗളേഴ്സ് കിടിലം പോലെ കളിച്ചിട്ടുണ്ട്. അത് സമ്മതിക്കണം. KKR-ന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. KKR-ന്റെ കാര്യത്തിൽ നിഷ്പ്രയാസം റൺ വിട്ടുകൊടുക്കുന്ന ബോളിംഗും ബൗളേഴ്സാണ്. മുംബൈ അടിച്ചടി കണ്ടില്ലേ, ഹിറ്റ്മാൻ റിക്കൾട്ടനൊക്കെ. SRH-ന്റെ അടി കണ്ടില്ലേ നിങ്ങള്? കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ അവിടെയും മലപ്പടക്കം പൊട്ടുമായിരുന്നു. കളിക്കാത്തോണ്ട് രക്ഷപ്പെട്ട് KKR. പിന്നെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാല്, കഴിഞ്ഞ കളി കളിക്കാത്ത നരേൻ ഇപ്പൊ റിക്കവർ ആയി വരുന്നിട്ട്. അപ്പൊ അദ്ദേഹം കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രീനിന്റെ കാര്യത്തിൽ, ഗ്രീന് ഇന്ന് ബോൾ ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് LSGക്കെതിരെ. അദ്ദേഹത്തിന് ബാറ്റ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബോൾ കൊണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നേ പറയാനുള്ളൂ. പിന്നെ വരുണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ചക്രവർത്തി ഇപ്പൊ ഫോം ഔട്ടാണ്. പക്ഷെ അദ്ദേഹം മികച്ച സ്പിന്നറാന്നൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ചക്രവർത്തി ഇപ്പൊ കളിക്കുമോ എന്നുള്ള സംശയമുണ്ട്. നരേൻ ചിലപ്പോൾ കളിച്ചേക്കാൻ നമ്മൾ പറഞ്ഞു. ഇപ്പൊ നരേൻ കളിക്കുമെങ്കിൽ ഒരുപക്ഷെ റൗമൻ പോയിനെ തന്നെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ചക്രവർത്തിന്റെ കാര്യം, അദ്ദേഹത്തിന് ഫിംഗർ ഇഞ്ചറിയാണ് ലെഫ്റ്റ് ഹെഡിന്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ചിലപ്പോൾ കളിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. മെഡിക്കൽ ടീം അദ്ദേഹത്തിന് ക്ലോസിന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ അദ്ദേഹം ഇപ്പോ ഫിറ്റ് ആണെങ്കിൽ കളിക്കും, സംശയങ്ങൾ വേണ്ട. അപ്പൊ 2 ടീമിന്റെ ടീം ന്യൂസ് നമ്മൾ പറഞ്ഞു. ഇഞ്ചുറി കൺസേൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ LSGക്കാവട്ടെ ഒരു തേർഡ് സീസണിൽ മോഹസിൻ ഖാനും ഉണ്ടായിരുന്നു. 2ാമത്തെ കളി ആവേശ് ഖാനാണ് ഉണ്ടായത്.
ഇപ്പോ ലിസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അൺചേഞ്ച്ഡ് ടീമായിട്ട് ഇറങ്ങാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും കാണുന്നത്. എന്നാൽ ഇപ്പൊ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് പിന്നെ ഓപ്പണിംഗിൽ ഋഷഭ് പന്ത് അല്ല നമ്മുടെ ഈഡൻ മാർക്കർ തന്നെ കളിക്കും. പന്ത് അങ്ങനെയാണെങ്കിൽ നമ്പർ 3 തന്നെ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഇപ്പൊ ക്രോ പറഞ്ഞൊരു കാര്യം LSG യൂണിറ്റിൽ അങ്ങനെ ഇഞ്ചുറി കൺസേൺ ഒന്നുമില്ല. അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് LSGയുടെ ബൗളിംഗ് വെച്ചായ ക്രോ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പിച്ച് റിപ്പോർട്ടിൽ ഒരു മഴയ്ക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുന്നുണ്ട്. ഇടം ഗാർഡനിൽ പിച്ചിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്, പക്ഷേ വലിയ സ്കോർ വരാനുള്ള ചാൻസും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ സ്റ്റാറ്റ്സിലേക്കൊക്കെ ഷമി എക്കണോമിക് ഈ പവർ പ്ലേയിൽ എക്കണോമിക് 4 അത് ഒരു ബെസ്റ്റ് ഫോർ എന്നീ ബൗളേഴ്സ് ആണ്. മിനിമം 3 ഓവർ കയറിയിട്ട് 4 എക്കണോമിക്കോ പവർ പ്ലേയിൽ വാങ്ങുക വെച്ചാൽ അതിന് ബെസ്റ്റ് തന്നെയാണ്. പിന്നെ അജിൻക്യ രഹാനേന്റെ കാര്യം, അദ്ദേഹത്തിന് മോശമല്ലാത്ത റെക്കോർഡ് ഷമിക്കെതിരുണ്ട്. പക്ഷെ രഹാൻ ഇപ്പൊ പഴയ മികവിലൊന്നും ഉണ്ടോ സംശയമാണ്. കഴിഞ്ഞ കളിയിൽ 50 കൾ അദ്ദേഹം എന്തായാലും കാട്ടിയത്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 165 ആയിപ്പോയി ഷമിക്കെതിരെ സ്ട്രൈക്ക് റേറ്റ് 165. പിന്നെ ആയുഷ് ബഡോണിന്റെ കാര്യം, ആയുഷ് ബഡോണി നരേനെ കണ്ടാൽ മുട്ടിടിക്കും. ആയുഷ് ബഡോണി മുട്ടിടിക്കലാവും. പിന്നെ KKRന്റെ ഈ വർഷത്തെ പവർ പ്ലേ റേറ്റ് എത്രയാണോ 11.29. പക്ഷെ മിഡിൽ പേസ് ആകുമ്പോൾ 9.3 ഉള്ളൂ. അതാണ് പ്രശ്നം. തുടക്കത്തിലുള്ള റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല, ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല. ഫിനിഷിംഗ് പ്രശ്നങ്ങൾ മികച്ച ഫോമിനല്ല. പിന്നെ തന്നെ ബില്ലി സ്കോർ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല, രഹാനെ പോലല്ല. റിങ്കു ഇപ്പൊ കുറച്ച് അടിക്കുന്നുണ്ട്. ക്യാമറോൺ ഗ്രീൻ എന്താണ് കട്ടുന്നത്? 8 റൺസ് 4 റൺസ് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം കളിക്കുന്നത്. ഇന്നിപ്പോ റോമൻ പോയിനെ മാറ്റിയിട്ട് സൂര്യനാരായണനെ തന്നെ കൊണ്ടുവരും. പിന്നെ മനീഷ് പാണ്ഡെ ചില സമയം കളിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമിന്റെയും ഒരു ടീം ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ലെഫ്റ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ലെഫ്റ്റിന്റെ കാര്യത്തിൽ മിച്ചൽ മാഷും ഈഡൻ മാർക്കറും കൂടി ഓപ്പൺ ചെയ്യും. അങ്ങനെ ആണെങ്കിൽ നമ്പർ 3 ഋഷഭ് പന്ത്, നമ്പർ 4 നിക്കോളാസ് പൂരൻ, നമ്പർ 5 ആയുഷ് ബഡോണി, നമ്പർ 6 അബ്ദുൽ സമദ്, നമ്പർ 7 മുക്കുൽ ചൗധരി, നമ്പർ 8 ലെൻ സിദ്ധാർത്ഥ്, നമ്പർ 9 ആവേശ് ഖാൻ, നമ്പർ 10 മുഹമ്മദ് ഷമി, നമ്പർ 11 ദിഗ്വേഷ് സിരാത്തി. ഇമ്പാക്ട് ആയിട്ട് പ്രിൻസ് യാദവ് ഉണ്ടാവും. ഇനി നമ്മുടെ KKRന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ KKRന് വേണ്ടിയിട്ട് ഓപ്പണിംഗിൽ ഇന്നും പിന്നീട് രഹാനെയും കൂടി ഓപ്പൺ ചെയ്യും. ക്യാമറോൺ ഗ്രീൻ നമ്പർ 3 കളിക്കും. നമ്പർ 4 രഘുവൻഷി, നമ്പർ 5 റിങ്കു സിംഗ്, നമ്പർ 6 രമൺദീപ് സിംഗ്, നമ്പർ 7 സൂര്യനാരായൺ, നമ്പർ 8 അനുകൂൽ റോയ്, നമ്പർ 9 നവദീപ് സൈനി, നമ്പർ 10 വൈഭവ് അറോറ, നമ്പർ 11 കാർത്തിക് ത്യാഗി. ഇമ്പാക്ട് ആയിട്ട് ബ്ലെൻഡിംഗ് മുജുറമാനി ഉണ്ടാവും. അപ്പോ KKR അവരുടെ ആദ്യത്തെ വിജയം നേടുമെന്ന് അവർ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ പ്രതീക്ഷയിൽ നിന്ന് KKR ജയിക്കുമെന്നാണ്. കൂടുതൽ വീഡിയോസ് വീണ്ടും എത്താം.